ഹേ ഗൈസ്, വെൽക്കം ടു പാട്രിയോട്ട് ഡേ. അതെ ഗൈസ്, നമ്മൾ ഇന്ന് ഉച്ചേ മുക്കാലായപ്പോഴത്തേക്ക് നമ്മൾ പാട്രിയോട്ട് പോവാണ്. 4 പ്രാവശ്യം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് 2 പ്രാവശ്യം ക്യാൻസൽ ആയിപ്പോയി. 2 പ്രാവശ്യം ഞാൻ തന്നെ ക്യാൻസൽ ചെയ്ത്. അതായത് ഫസ്റ്റ് ടൈം ഞാൻ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും എന്താ പറയുക, ഞാൻ ഉച്ചക്കത്തായിരുന്നു ബുക്ക് ചെയ്തത്. ഉച്ചക്കത്ത് ബുക്ക് ചെയ്തപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞില്ല, രാവിലെ ഉണ്ട്, രാവിലത്തെ ബുക്ക് ചെയ്യും, ഞാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് രാവിലത്തെ ബുക്ക് ചെയ്ത്. അങ്ങനെ രാവിലത്തെ ബുക്ക് ചെയ്ത് അത് ബുക്കിംഗ് ഇന്നലെ ആയപ്പോഴത്തേക്ക് ആ ബുക്കിംഗ് ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെ ആ ബുക്കിംഗ് ക്യാൻസലായി. പിന്നെ ഞാൻ ബുക്ക് ചെയ്ത് ഒരെണ്ണം ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ആ തിയേറ്റർ മോശമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ക്യാൻസൽ ചെയ്ത്. പിന്നെ അങ്ങനെ നിന്ന് രാവിലത്തെ ഷോയിൽ നിന്ന് കിട്ടാൻ വന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് 1 മണിക്ക് തന്നെ 12 മുക്കാലാണ് എന്തോ ആലപ്പുഴ പാനലിൽ നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് എൻ്റെ കൂട്ടുകാരനുണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ എങ്ങും കയറിയിട്ടൊന്നുമില്ല, ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. കയറി കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പോകും. നമുക്ക് കാണണം. പക്ഷേ ഇത്രയും നാൾക്ക് ശേഷം ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് വരുന്ന ഒരു പടമാണ്. അപ്പം അത് കാണണം. അത് കണ്ടിട്ട് എങ്ങനെയാണ് നോക്കണം, എങ്ങനെയാണ് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പീക്ക് ലെവൽ എക്സൈറ്റ്മെൻറ്റ് ഇല്ല. ഒരു കാണണം, ഇത് സെറ്റായിരിക്കും അങ്ങനത്തെ സാധനമൊന്നുമില്ല. കാണണം, കണ്ടു നോക്കണം എന്നുള്ള സാധാരണ ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോകാം. അവനെ പിക്ക് ചെയ്ത് നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോകാം. കണ്ടിട്ട് പറയാം എങ്ങനെയാണ് എന്താകുന്നത്. എന്താകും എന്തോ. ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. മെനി ഹവേഴ്സ് അല്ല 3 മണിക്കൂറിന് ശേഷം, അത് 3 മണിക്കൂറായിരുന്നു പടം, പിന്നെ അരമണിക്കൂർ ട്രാവൽ ചെയ്യാൻ എടുത്ത്. അതിന് ശേഷം ഞാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ മുഖഭാവം കണ്ടിട്ട് എന്ന് പറഞ്ഞു വലിയൊരു അതായത് വലിയൊരു എനിക്ക് ആൻസർ കിട്ടില്ല. എന്തിനാണോ എന്തൊരു കിളി പോയിരിക്കണമെന്തോ. ഓക്കെ, അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും മമ്മൂക്ക് ഒരുമിച്ച് അഭിനയിച്ച പടമാണ്. കുഞ്ചാക്കോ ബോബനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, നയൻതാരയുണ്ട്. ഇവരൊക്കെയാണ് മെയിൻ ലീഡ് ക്യാരക്ടേഴ്സൊക്കെ. അതിനകത്ത് നയൻതാരയ്ക്ക് ചെറിയൊരു പോർഷനുണ്ട്, ഫഹദ് ഫാസിലും കുഞ്ചാക്കോവിന് ഇങ്ങനെ ഉണ്ട്, എന്നാലും അത്ര വലിയ പോർഷനില്ല. ലാലേട്ടനും ഉണ്ട് ചെറിയ ചെറിയ പോർഷൻസ്. പക്ഷേ അതിനകത്ത് ലീഡ് ചെയ്ത് പോകുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും മമ്മൂക്കയാണ് ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഫഹദ് ഫാസിലും ഉണ്ട് അതിനൊപ്പം തന്നെ. എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം ഫഹദ് ഫാസിലും മമ്മൂട്ടിയാണ് മെയിനായിട്ട് സിനിമ കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ രണ്ടാണ് എൻ്റെ ലീഡിങ് ക്യാരക്ടേഴ്സ്. എനിക്ക് തോന്നുന്നില്ല നയൻതാരയ്ക്കൊന്നും വലിയ റോളൊന്നും ഇതിനകത്ത് കാണുന്നില്ല. നയൻതാര ഉണ്ടെന്നാലും അത്യാവശ്യം നല്ല അതിൻ്റെ ക്യാരക്ടറാണ്, ആയിട്ടുള്ള ക്യാരക്ടറൊക്കെയാണ്. അപ്പം ഈ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പടം എന്തിനെ ബേസ് ചെയ്യണം എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ ഒരു ഇപ്പോഴത്തെ, അതായത് നമ്മുടെ വരും കാലഘട്ടത്തിലെ ഒരു സംഭവ വികാസങ്ങളെ പറ്റിയിട്ടും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെ പറ്റിയിട്ടും ഇപ്പം നടക്കുവാൻ സാധ്യതയില്ലാത്ത പല കാര്യങ്ങളെ പറ്റിയിട്ടും സോഷ്യൽ എലമെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പല സാധനങ്ങൾ നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് യൂസ് ചെയ്യുന്നതും ഫോൺ യൂസ് ചെയ്യുന്നതും പല കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നതും അതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ റിലവൻ്റ് ആയിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പടത്തിൽ കൊണ്ടുപോകുന്നത്. സോ അത് കാണുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാൽ അതിനെ കുറച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും കൂടുതൽ ആധികാരികമായിട്ടും കൂടുതൽ എന്തൊക്കെ അതിന് സംഭവിക്കാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ നടക്കും, എന്തൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ആക്ച്വലി എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പം നമുക്ക് റീസെൻ്റ്ലി വന്ന ന്യൂസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതിന് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും കുട്ടികളുടെയും സ്ത്രീകളുടെയും അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങളും അതുപോലെ പല പല ഇല്ലീഗലായിട്ടുള്ള പല സംഭവങ്ങളും അതിനെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു മെയിൻ കാര്യത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനൊരു ത്രില്ല് പോവും. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഞാൻ പറയട്ടെ, ഈ ഒരു ഇതിലാണല്ലോ പടം കൊണ്ടുപോകുന്നത്. അതായത് ഈ ഒരു സംഭവ വികാസങ്ങളെ കണക്ട് ചെയ്താണല്ലോ പടം കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ പടത്തിന് കൊണ്ടുപോകുന്ന ആ ഒരു റിലവൻ്റാണ് പടം പോകുന്നത്. 3 മണിക്കൂറിൻ്റെ പടം. പക്ഷേ അതിനകത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ ക്രിഞ്ചായിട്ടുണ്ട്. ചുമ്മാ ആവശ്യമില്ലാണ്ട് കുറേ കാര്യങ്ങൾ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഈ പടം ഒരു ലാലേട്ടൻ മമ്മൂക്ക കംബാക്ക് എന്ന രീതിയിലും ഭയങ്കര ഒരു മാസ് മസാല രീതിക്കും പോകാണ്ടിരിക്കുകയാണ് നല്ലത്. ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നൊരു പടത്തിന് ഇവർ രണ്ടുപേരും കൊണ്ടുപോകുന്നു, അവരുടേതായ കാര്യങ്ങളോടെ കൊണ്ടുപോകുന്നു എന്നതിനനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞത് സ്ക്രിപ്റ്റ് സെലക്ഷൻ പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് സെലക്ഷൻ അത്ര നന്നായിട്ട് പോരാത്തതാണോ എന്താണെന്നറിയില്ല, ഇനി അതൊക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ടാണോ എന്താണെന്നറിയത്തില്ല. എന്തായാലും ഒരു സോഷ്യൽ റെലവൻ്റ് സംഭവം, അതായത് എക്സ്പീരിയൻസ് സംഭവം കാണിച്ചാണ് സംഭവം ഈ കഥയെന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് കുറേ ഭാഗങ്ങൾ ക്രിഞ്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ലാലേട്ടൻ മൂവി വരുന്നുണ്ട്, ഓരോ ഡയലോഗ് പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയൊക്കെയോ ആവാനായിട്ട് എന്താ പറയുക, ഈ ഭയങ്കര മാസ്സായിട്ട് കാണിക്കുന്ന സംഭവങ്ങളില്ല. മാസ്സായിട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ട് അത് മാസ്സാവാണ്ട് ക്രിഞ്ചായി പോയ പല സംഭവ വികാസങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ആ പടം 1-2 സോങ്സുകൾ ഇതിനകത്തുള്ളൂ. പിന്നെ അതിനകത്തൊരു ചെറിയ BGM ഒക്കെ ഉണ്ട് കേട്ടോ. BGM എന്ന് പറയുന്നത് നന്നായിട്ട് നല്ലൊരു BGM ആണ്, എന്നാലും കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ പടത്തിനെ പറ്റി ഓവറോൾ പറയാനായിട്ട് നമുക്ക് എന്താ ഒരു ഗൂസ് പമ്പ് ലെവലോ അല്ലെങ്കിൽ ഒരു
മാസ് മസാലയോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഒരു ജസ്റ്റ് ഒരു നോർമൽ പടം കാണുക എന്ന രീതിക്ക് പോയി കണ്ടിട്ട് പോരാന്നുള്ളതിൽ പ്രായമുള്ള ഈ പിള്ളേരൊക്കെ കണ്ടിരിക്കുന്നത് നല്ലതാണ് ഒരു സോഷ്യൽ എക്സ്പീരിയൻസ് പടമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കണ്ടിരിക്കുന്നത് നല്ലതെന്ന് പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് വലുതായിട്ട് മാസോ കിലാസോ അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ഇല്ല. എന്തൊക്കെയൊക്കെയാണ് പറയുന്നത്, എന്തരാണോ എന്തോ ഒരു അകപ്പാട് അതിനകത്ത് കൊള്ളാവുന്ന സീനിനകത്ത് മറ്റേ ആ ട്രെയിലറിനകത്ത് കാണിച്ച പല സീനുകളുണ്ടല്ലോ, അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കിത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഫുണ്ടാമക്കളും അതിനകത്ത് ഇരുന്നുണ്ട് ഫോണിനകത്ത് ഈ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ എൻട്രി വരുന്നതും ഈ പല സീനുകളും റെക്കോർഡ് ചെയ്ത് സ്നാപ്പിൽ അവിടെയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്ത് മേരി കാണിക്കണോ എന്തോ, എന്തില്ലായ്മയാണോ അത് കാണിക്കുന്നത്, എന്ത് പേരുകളാണോ എന്തോ, എന്തൊക്കെയാണോ എന്തോ. അപ്പം അങ്ങനെയൊക്കെ അതുണ്ട്. പടത്തിൽ നിന്ന് തെന്നി മറിയുന്ന രീതിക്ക് നമ്മൾ കണ്ട വിഷമം പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പടം കാണാൻ പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത് മൊത്തം ഇൻസ്റ്റഗ്രാമിൽ നടന്ന് കളിക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ തോന്നില്ലല്ലോ, അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി പോകുമല്ലോ. അതാണ്. അപ്പോൾ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടാൻ നിങ്ങൾ ഇപ്പോഴത്തെ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു നൈസ് ഒരു സോഷ്യൽ റെവന്യൂട്ടുള്ള പടം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോഴും പറയുന്നു, ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ലാലേട്ടൻ മമ്മൂക്കയുടെ കമ്പാക്ക് ഒന്നും പറഞ്ഞ് പോയി കാണരുത്. നിങ്ങൾക്ക് അട്ടർ ഫ്ലോപ്പ് അടിച്ചു പോകും. ഞാനൊരു എക്സ്പെക്റ്റേഷനും വെച്ചിട്ടില്ല, ഇവരുടെ കമ്പാക്കൊന്നും വെച്ചിട്ടില്ല, ഇവരൊന്നും വെച്ചിട്ടില്ല. ഞാൻ ആ ട്രെയിലറിൽ കണ്ടതിൻ്റെ ബേസിൽ, അതായത് ട്രെയിലർ കണ്ടതിൻ്റെ ബേസിൽ പോയി കണ്ടാണ്. പക്ഷേ ഇതിനകത്ത് പടം മേക്ക് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് നന്നാക്കാമായിരുന്നു എന്നും തോന്നിയിട്ടുണ്ട്. അതായത് നമുക്കൊരു ബോളിവുഡ് ടൈപ്പ് പടം കാണുന്നൊരു ഫീല് ഈ പടത്തിൽ നോക്കുന്നത് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. സീരിയസ് കിട്ടിയിട്ടുണ്ട്. ഒരു ബോളിവുഡ് ടൈപ്പാണ് പടം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ കിടിലൻ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് എന്താ പറയുക, നമ്മൾ പല ഇംഗ്ലീഷ് സിനിമയിലും കണ്ടുള്ള പല കാര്യങ്ങളില്ല, അതൊക്കെ ഇതിനകത്ത് എന്താ പറയുക റെലവൻ്റായിട്ടും, അതായത് ആ ഒരു ജോണറിൽ പടം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അത് ചില സമയത്ത് തോന്നുന്നൊരു ഹോളിവുഡ് പടമാണ് കാണണമെന്നൊക്കെ തോന്നും. ചില ചേസിങ് സീനുകളും അങ്ങനെ ഫൈറ്റ് സീനുകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അതാ പറഞ്ഞത്, ആ സീനൊക്കെയാണ് ഇതിന് ഓരോരുത്തരുമാർ റെക്കോർഡ് ചെയ്ത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് സ്നാപ്ചാറ്റിൽ അവിടെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെന്തോ അപ്പം ഞാൻ പറയില്ലേ, അതൊക്കെ ഉണ്ട്. ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് പടം വന്നിട്ടുണ്ട്. ഹോളിവുഡ് ലെവലിൽ നമുക്ക് ചില ഭാഗങ്ങൾ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെന്താ പല കാര്യങ്ങളും നമുക്ക് എന്താ പറയുക നമ്മളുടെ മണ്ടയിലേക്ക് കയറ്റി തരുന്നുണ്ട്. ഇതാണ് നടക്കുന്നത്, നിങ്ങൾ റിയലൈസ് ചെയ്യ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ വരുന്നത്. അപ്പം ഇതിനകത്തൊരു ഞാൻ എപ്പോഴും പറയുന്നൊരു കംബാക്ക് ഫീലോ കാര്യങ്ങളോ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ട് രസിക്കാം. അല്ലാണ്ട് ഒരു തേങ്ങയും മാങ്ങയൊന്നും ഇതിനകത്ത് ഇരുന്നില്ല. ലാലേട്ടനും നമുക്കൊരു കംബാക്ക് പടം എന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല ഇതിനകത്ത്. ജസ്റ്റ് ഒരു നോർമൽ പടം, 3 മണിക്കൂർ പടം തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റും എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. കുഞ്ചാക്കോ ബോബൻ കൊള്ളാം, എല്ലാവരും ഓവറോൾ കൊള്ളാം, ഫഹദ് ഫാസിൽ കൊള്ളാം. ഇവർ രണ്ടും എനിക്ക് നന്നായിട്ട് തോന്നി. ഫഹദ് ഫാസിലാണ് കുറച്ചുകൂടെ ഒരു നന്നായിട്ട് പെർഫോമൻസ് ലെവലിൽ നന്നായിട്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. ബാക്കിയാരും നല്ലതെന്നല്ല, ബാക്കി എല്ലാവരും നമ്മൾ കണ്ടു വഴങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഫഹദ് ഫാസിനെ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. സോ എനിക്ക് ഫഹദ് ഫാസിനെ ഇഷ്ടപ്പെട്ട, അതുകൊണ്ട് ഞാൻ ഫഹദ് ഫാസിൻ്റെ പറയുന്നു. ബാക്കി എല്ലാവരുടെയും കൊള്ളാം, ഓവറോൾ കൊള്ളാം. നയൻതാരയ്ക്കും അത്യാവശ്യം നല്ല റോളുണ്ട്. അങ്ങനെ ഒരു റോളാണ്. നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ പറയുന്നത് കണ്ടു നോക്കുക, കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോയി കാണുക. അല്ലാണ്ട് ഇതിനെ ചീത്തയാണെന്നോ ബാഡാണെന്നോ ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഓവറോൾ ഞാൻ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 6.5 ഞാൻ റേറ്റിംഗ് കൊടുക്കത്തുള്ളൂ. പക്ഷേ അതിന് മാത്രമേ ഉള്ളൂ. 6.5 കൊടുക്കുന്നതിന് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയില്ല, മേക്കിംഗ് ഹോളിവുഡ് ലെവൽ മേക്കിങ്ങും ഹോളിവുഡ് ലെവലൊക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി തിയേറ്ററിൽ പോയി കാണുക. ഇപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല. അതാണ് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക, ഒരു വാവ് ഫാക്ടറൊന്നും തോന്നിയില്ല. നോർമലൊരു പടം കണ്ട് അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയൊക്കെയാണ് ഒതുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ കുഞ്ഞു റിവ്യൂ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും വണക്കം. പോയി കാണാൻ ആഗ്രഹമെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണാം. ഇല്ലെങ്കിൽ റീലിലൊക്കെ വല്ലതും കാണേണ്ടി വരും. അങ്ങന്മാരും കുറച്ച് പരിപാടി കാണിക്കണം. അപ്പം ബൈ.